الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന അപാരമായ അവൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വാക്കുകൾ കൂടുതൽ പറയാൻ കഴിയുക എന്നത്. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറയുക എന്നത് ഒരു വലിയ പരീക്ഷണമാണ്. അല്ലാഹു തആല ഒരുക്കി വച്ചിട്ടുള്ള നമ്മുടെ പ്രാപഞ്ചിക പ്രകൃതി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമായും ഭൗതികമായ ജീവിതത്തിൽ അവന് ലഭിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം പറയാനും അറിയിക്കാനും അത് ചോദിച്ചു വാങ്ങാനും അള്ളാഹു മനുഷ്യന് പ്രാപ്തി നൽകി. അവന് ഭൗതികമായ കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൻ്റെ ആവശ്യം മറ്റുള്ളവരോട് പറയാനും അത് അവരെ അറിയിക്കാനും അത് ചോദിച്ചു വാങ്ങാനും എന്നിട്ടത് ഉപയോഗപ്പെടുത്താനുമുള്ള കഴിവും പ്രാപ്തിയും അള്ളാഹു മനുഷ്യന് കൊടുത്തു. അതുകൊണ്ട് അവന് കിട്ടുന്നത് ഇത് ഐഹികമായ ജീവിതത്തിലെ ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെയാണ്. എന്നാൽ അതിനപ്പുറം അല്ലാഹു തആല ചില കാര്യങ്ങൾ നമ്മളോട് പറയാനും ചൊല്ലാനും ചോദിക്കാനും ഒക്കെ പഠിപ്പിച്ചു. അത് ഏറെയും നമ്മൾ ചോദിക്കുന്നത് ഒരു വിശ്വാസി ഒരു ദിവസം ഈ രണ്ടാമത് പറഞ്ഞ കാര്യമായിരിക്കും. അങ്ങനെ ആയിരിക്കണം. ദുനിയാവിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും അത് വാങ്ങാനുമുള്ള നമ്മുടെ ശേഷിയും കഴിവും ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഈ ലോക ജീവിതം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ജീവിതത്തിലേക്ക് നമുക്ക് ആവശ്യമായ അവിടെയുള്ള രക്ഷയ്ക്കാവശ്യമായ ഗുണത്തിനാവശ്യമായ കാര്യങ്ങൾ പറയാനും ചൊല്ലാനും ചോദിക്കാനും അത് ചോദിച്ചു വാങ്ങാനുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ ഒരു തസ്കിയത്താണ്. നമ്മളിൽ വരുത്തേണ്ട സമൂലമായൊരു മാറ്റമാണ് ഖുർആൻ. ഫഖുൽ ഹല്ലക ഇല അൻ തസക്ക വഹദിയക ഇല റബ്ബിക ഫതഖ്ഷ. ആ തസ്കിയത്താണ് വേണമോ എന്ന് ചോദിച്ചത്. ആ തസ്കിയത്ത് കിട്ടണമെങ്കിൽ ഖുർആനിൻ്റെ വേദഗ്രന്ഥങ്ങളുടെ ഹിദായത്ത് കിട്ടണം. അപ്പോൾ ഖുർആൻ നമുക്ക് നൽകുന്ന തസ്കിയത്ത് അതാണ്. എങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഇപ്പം ഒരു പുലർച്ചെയാണ്, വൽ ഫജർ, ഒരു പ്രഭാതം തന്നെയാണ് സത്യം. അള്ളാഹു പ്രഭാതത്തെ ഫജറിനെ സത്യം ചെയ്ത് പറഞ്ഞ ഒരു സമയമാണ്, സന്ദർഭമാണിത്. ഈ സമയത്ത് നമ്മൾ ആലോചിക്കുക, ഈ പ്രഭാതത്തിന് മുമ്പ് ഒരു ദിവസം കഴിഞ്ഞ് ഒരു രാവും പകലും കഴിഞ്ഞൊരു പുതിയ പ്രഭാതമാണ്. എങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ രണ്ടവസ്ഥകളിൽ ഏതായിരുന്നു നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത് എന്ന് ചിന്തിക്കുക. ഇന്നലത്തെ ചിന്തിക്കാൻ അപ്പുറത്തോടെ നിൽക്കട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചതും പറഞ്ഞതും നമ്മളെ നാവും വായും ഉപയോഗപ്പെടുത്തിയത് ദുനിയാവിൻ്റെ കാര്യങ്ങൾ നേടാനും സംസാരിക്കാനും അതിനു വേണ്ടി ആയിരുന്നോ കൂടുതൽ, അതല്ല നമ്മളെ മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് അവിടെയുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നോ നമ്മൾ പറഞ്ഞതും ചൊല്ലിയതും ചോദിച്ചതും ഒക്കെ? കൂടുതൽ എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. നമ്മൾ ചോദിച്ചോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന? ഇന്നലെ എത്ര തവണ ചോദിച്ചു? അല്ലാഹുവേ എനിക്ക് സ്വർഗം വേണം പടച്ചോനെ. വഅഊദു ബിക മിനന്നാർ, എന്നെ നരകത്തിലിടല്ല പടച്ചോനെ, നരകത്തിൽ നിന്ന് കാക്ക് പടച്ചോനെ. അല്ലാഹുമ്മ യസ്സിർ ഹിസാബി, എൻ്റെ ഹിസാബ് എനിക്ക് നീ ലളിതമാക്കിക്കൊണ്ട പടച്ചോനെ. എൻ്റെ ചോദ്യം, എന്നോടുള്ള ഹിസാബ് നീ സങ്കീർണാക്കരുത്, ചോദിച്ച് അടങ്ങേറാക്കുന്ന
പ്രയാസപ്പെടുത്തുന്ന ഹിസാബ് എനിക്ക് തരരുത് പടച്ചോനെ. പെട്ടെന്ന് എൻ്റെ ഹിസാബ് എടുത്ത് ലളിതമായ ഹിസാബ് എനിക്ക് നീ നൽകണം റബ്ബേ. ഇങ്ങനെ നമ്മൾ എത്ര കാര്യങ്ങൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് ആവശ്യമായത് ഇന്നലത്തെ ഒരു ദിവസം നമ്മൾ ചോദിച്ചു. ഏതാ കൂടുതൽ? അത് അറിയണം, ബോധം വേണം. ബോധത്തോടു കൂടി ചോദിച്ചു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ബോധമില്ലാതെ ചോദിച്ചിട്ട് കാര്യമില്ല. കുറേ കാണാതെ പഠിച്ച് വെച്ചത് ചൊല്ലിയത് കൊണ്ടും അല്ലെങ്കിൽ കാണാതെ പഠിച്ച് വെച്ച ഒരു ഇമാമ് പറഞ്ഞപ്പോൾ നമ്മൾ ആമീൻ പറഞ്ഞത് കൊണ്ടും കാര്യമില്ല. ദുനിയാവിൻ്റെ ഒരു കാര്യം നമ്മൾ ബോധമില്ലാതെ ചോദിക്കുമോ? ഇന്നലെ ദുനിയാവിൻ്റെ കാര്യം നമ്മൾ കുറേ ആൾക്കാരോട് ചോദിച്ച് സംസാരിച്ച് കുറേ ഇടപാടുകളും കാര്യങ്ങളൊക്കെ നടത്തിയില്ലേ? ഈ ഇടപാടുകളും കാര്യങ്ങളും ഈ സംസാരങ്ങളൊക്കെ നമ്മൾ ദുനിയാവിൻ്റെ കാര്യങ്ങൾ ബോധമില്ലാതെ ചോദിക്കുക ചെയ്യുമോ? ഇല്ലല്ലോ. ഏതെങ്കിലും ഒരു അഗ്രിമെൻറ്റിൽ നമ്മളത് വായിച്ചു നോക്കാതെ പൂർണ്ണമായും അത് പഠിക്കാതെ നമ്മൾ ആരെങ്കിലും ഒപ്പിടുമോ? നമ്മൾ ആരെങ്കിലും വല്ല ഇടപാടും അങ്ങനെ നടത്തുമോ? ദുനിയാവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം നമ്മളങ്ങനെ ചോദിക്കുമോ? പിന്നെ ആഖിറത്തിൻ്റെ കാര്യം മാത്രം എന്താ ബോധമില്ലാതെ ചോദിക്കുക? ആഖിറത്തിൻ്റെ കാര്യം മാത്രം ബോധമില്ലാതെ ചോദിച്ചാൽ കിട്ടുമോ? മനസ്സിലായില്ല? ആഖിറത്തിൻ്റെ കാര്യങ്ങൾ കേവലം ഒരു മനഃപ്പാടമുള്ള എന്തെങ്കിലും ഉരവിടലാണോ? അല്ലല്ലോ. ഹൃദയത്തിൽ തട്ടി ചോദിക്കുന്നല്ലേ പറഞ്ഞത്. വല്ല ഇന്നല്ലദിന ഊത്തുൽ ഇൽമ മിൻ ഖബൽ, അറിവുള്ള ആളുകൾ, ഇത് പഠിച്ച ആളുകൾ, അവർ യബുക്കൂന കരയും, വയസീദുഹും ഖുശൂ വർദ്ധിക്കും, യഖൂലൂന അവർ പറയും സുബ്ഹാന റബ്ബിന ഇൻകാന വഅദു റബ്ബിന ലമഫ്ഊല. കണ്ട അള്ളാഹിൻ്റെ പ്രയോഗങ്ങൾ നോക്കി, വാക്കുകൾ നോക്കി നിങ്ങൾ. അവർ പറയും, എങ്ങനെ മനസ്സിൽ തട്ടി കരഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവർ പറയും. അങ്ങനെ ചോദിച്ചോ എന്നുള്ളതാണ്, നമ്മൾ പറഞ്ഞോ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ പഠിക്കുന്ന ഈ വാക്ക്. നമ്മളെ വായും നാവും ഒക്കെ അള്ളാഹു തആല നാളെ ചോദ്യം ചെയ്യപ്പെടും, വിചാരണ ചെയ്യപ്പെടും, മറുപടി പറയേണ്ടി വരും. അത് ക്രമീകരിക്കണം, അതിനെ ചിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞത് കുറച്ച് മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. സ്വഹാബത്ത് വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ഏത്? രണ്ട് തരം സംസാരം ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ നമ്മളെപ്പോഴും കേട്ടതാണ്, നബി വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ, സ്വഹാബത്ത് വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ആ സംസാരം ഏതാ? ആദ്യം പറഞ്ഞതാ. മറ്റേത് അവർക്ക് ധാരാളമായിരുന്നു. അവരുടെ 24 മണിക്കൂറിൽ ഉറങ്ങുന്ന രാത്രി പോലും കലീലം മിനല്ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ പോലും കലീലൻ, കുറച്ച് മാത്രമേ അവർ ഉറങ്ങുള്ളൂ. എന്തിനാ രാത്രി കുറച്ച് മാത്രം ഉറങ്ങിയത്? ദുനിയാവുണ്ടാക്കാൻ പോയതല്ല, യാത്ര പോകാനല്ല, അല്ലെങ്കിൽ ദുനിയാവിൻ്റെ കാര്യത്തിലല്ല. രാത്രി പോലും അവർ കുറച്ച് മാത്രമേ ഉറങ്ങുള്ളൂ. എന്നിട്ട് എന്താ അവർക്കെന്താ പണി? മിണ്ടാതിരിക്കുകയാണോ? വേറെ എന്തെങ്കിലും അല്ല, അവർ ചോദിക്കുകയാണ്. ആ സമയത്ത് അവർ ഉണർന്നിരുന്ന് റബ്ബിനോട് മരണത്തിന് ശേഷമുള്ള ലോകത്തേക്കുള്ള കാര്യങ്ങളാണ് റബ്ബിനോട് ചോദിക്കുന്നത്. അപ്പം ദുനിയാവിൻ്റെ കാര്യങ്ങൾ അവർ വളരെ കുറച്ച് മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ആഖിറത്തിൻ്റെ കാര്യമാണ് അവർ കൂടുതൽ അവരുടെ നാവും വായും സാക്ഷിയായത്. അതിനു വേണ്ടിയായിരുന്നു. അപ്പം നമുക്ക് കിട്ടേണ്ട ഖുർആനിക തസ്കിയത്ത് എന്താ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് ദുനിയാവിൻ്റെ കാര്യമാണോ ആഖിറത്തിൻ്റെ കാര്യമാണോ എന്ന് ചിന്തിക്കണം. എന്നിട്ട് ഉത്തരം ദുനിയാവിൻ്റെ കാര്യമാണ് ഞാൻ ബോധത്തോടെയും മനസാന്നിധ്യത്തോടെയും കൂടുതൽ പറഞ്ഞത്. ആഖിറത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞതിൽ പലതും എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതാണ് ഉത്തരമെങ്കിൽ മാറിയേ പറ്റൂ. ഈ ചിന്തയാണ് നമുക്ക് ഖുർആൻ്റെ പഠനത്തിൽ നിന്ന് കിട്ടേണ്ടത്. ഇല്ല എങ്കിൽ ആഖിറം രക്ഷപ്പെടൂല. നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളും, റബ്ബിനോട് ചോദിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ബോധമില്ലാതെ
അർത്ഥമറിയാതെ, ആശയമറിയാതെ, മനസ്സിൽ തട്ടാതെ എന്തൊക്കെയോ ഉരുവിടുന്നു. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒരു പ്രയോജനവുമില്ല. അതെന്നെ പറഞ്ഞത്, അതുകൊണ്ടൊരു പ്രയോജനമില്ല. നമ്മളൊരു ആമീൻ, നമ്മൾ ഫാത്തിഹ സൂറത്തിൻ്റെ വിശദീകരണം പഠിച്ചപ്പോൾ ആമീൻ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് 5-6 ടൈപ്പ് അർത്ഥങ്ങൾ ഓരോ ഇമാമുമാർ പറഞ്ഞത് നമ്മൾ പഠിച്ചു. ആമീൻ കബൂൽ ചെയ്യണമെങ്കിൽ എന്തിനാണ് ഞാൻ ഈ ആമീൻ പറഞ്ഞത് എന്നറിയണ്ടേ? ഇല്ല എങ്കിൽ ആ ചോദ്യത്തിന് ആത്മാർത്ഥത ഉണ്ടോ? അതിന് ഉത്തരം കിട്ടൂല. അപ്പം അതുകൊണ്ട് ഇനി നമ്മളെ തൃപ്തിപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമ്മളെ വാക്കുകൾ കൊണ്ട് പലരും തൃപ്തിപ്പെടുത്തും ദുനിയാവിൽ. വാക്കുകൾ കൊണ്ട് തൃപ്തിപ്പെടുത്തും, പക്ഷേ മനസ്സുകളിൽ വെറുപ്പായിരിക്കും. അള്ളാഹു ഒരു വിഭാഗം ആൾക്കാരെക്കുറിച്ച് പറയാണ്. ഞാൻ ആയത്ത് കേൾപ്പിക്കാം. നമ്മൾ പഠിച്ചു വരുന്ന വിഷയം, നമ്മളിപ്പോൾ തദബ്ബുർ ചെയ്യുന്നത് അൽസിനത്തും അഫ്വാഹുമാണ്. അൽസിനത്തും അഫ്വാഹുമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറയണത്. അള്ളാഹ് പറയാണ് സൂറത്ത് തൗബയിൽ ഒരു ആയത്ത് കാണാം. ആയത്തിൻ്റെ പല ഖിറാഅത്തുകൾ ഞാൻ കേൾപ്പിക്കാം. അള്ളാഹു വളരെ ഒരു ചോദ്യചിഹ്നത്തോടു കൂടി തുടങ്ങുന്ന ആയത്താണ്. എന്നിട്ട് ആയത്തിൽ അള്ളാഹ് പറയാണ്, പല വാക്കുകൾ കൊണ്ട് അവർ നിന്നെ തൃപ്തിപ്പെടുത്തും, പക്ഷെ അവരെ മനസ്സുകളിൽ വെറുപ്പാണ്. അതെന്താണെന്നറിയോ? ദുനിയാവിൻ്റെ നേർചിത്രമാണ് പറഞ്ഞത്. എന്നാൽ റഹ്മാനായ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം 2 ടൈപ്പാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഐഹികമായ കാര്യം. ഐഹികമായി ഈ ലോകത്ത് നമ്മൾ പലരോടും പലതും ചോദിക്കുന്നു, പറയുന്നു, ഇടപാടുകൾ നടത്തുന്നു. നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ, കുറേ സാധനങ്ങൾ ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട്, നമ്മളവിടെ ചരക്കിറക്കി കൊടുത്തിട്ട്, അവനത് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് സാധനം ഇറക്കി കൊടുത്തിട്ട് പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ പൈസ വാങ്ങുക. ആ പൈസ വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അവൻ പറയുന്ന വർത്തമാനം, ചിലപ്പോൾ നമ്മളെ മുതൽ വാങ്ങി വെച്ചിട്ട് ഓന് കച്ചവടം നടത്തിയിട്ട് ആ പൈസ കൊടുക്കുമ്പം ഓന് വെറുപ്പോട് കൂടിയാണ് കൊടുക്കുക, ഇഷ്ടത്തോടു കൂടിയല്ല കൊടുക്കുക. നമ്മൾ കാണുന്നതാണ് പലതും പറഞ്ഞിട്ടാണ് കൊടുക്കുക. പല കുറവുകളും പറയാണ്. നമ്മൾ ഇടപെടുന്ന ഏത് മേഖലകൾ നിങ്ങൾ എടുത്തു നോക്കി, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലൊക്കെയും അത് ഒരു മനസ്സംതൃപ്തിയോടെ, സന്തോഷത്തോടെ, തൃപ്തിയോടെ ഒരു വാക്ക് പറയാൻ ദുനിയാവിൽ മനുഷ്യന് പലപ്പോഴും പ്രയാസമാണ്. നല്ല ഈമാനും തഖ്വയും ഖുശൂഅൊക്കെ ഉള്ള ആളുകൾക്ക് അത് പറയാൻ പറ്റുള്ളൂ. എത്രമാത്രം എന്നറിയാം നിങ്ങൾ? രക്തബന്ധത്തിൽ പോലും ചേട്ടനും അനുജനും ആങ്ങളയും പെങ്ങളും മാതാപിതാക്കളും മക്കളുമുള്ള സംസാരങ്ങളിൽ പോലും ഇത് കാണുകയാണ്. വാപ്പയോട് മകൻ ചോദിക്കുകയാണ്. ഒരു മകന് വാപ്പാനെ കണ്ടുകൂടാ. വാപ്പയാണ് ഏറ്റവും ഇറുക്കപ്പെട്ടവൻ. എന്താ കാരണം? അവൻ പറയുന്നത് വാപ്പാൻ്റെ സ്വത്ത് സമ്പത്ത് എത്രയെന്ന് എനിക്കറിയാം, പക്ഷെ വാപ്പ ഏകദേശം പോകാനായി, ഇപ്പോഴും വാപ്പ സ്വത്ത് മുതൽ വിട്ടുതരൂല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകളെ കല്യാണത്തിന് ഒരു പവൻ പോലും, ഒരു സ്വർണത്തിൻ്റെ ഒരു അംശം പോലും എൻ്റെ വാപ്പ എനിക്ക് വാങ്ങി തന്നില്ല. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ട് വാക്കാ. എന്നിട്ട് ആ വാപ്പയെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആ മകൻ വെറുക്കണത്. ആ വാപ്പാൻ്റെ മുതൽമേൽ മാത്രമാണ് മകൻ്റെ കണ്ണ്. അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ. അവൻ പറഞ്ഞു, ഞാൻ മാത്രമല്ല, എൻ്റെ അനുജന്മാരും എൻ്റെ ജ്യേഷ്ഠന്മാരും ഒക്കെ, കുറേ ആൺകുട്ടികളുള്ളൊരു വാപ്പാൻ്റെ മാപ്പയാണ് അവരൊക്കെയും. കാരണം അവരൊക്കെ ആർക്കും വാപ്പ ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുക്കണില്ല. ഞങ്ങളെ ഉണ്ടാക്കിയതാണ്. ഒരു മനുഷ്യൻ സ്വന്തം പിതാവിനെയാണ് കാണുന്ന കാഴ്ച. അപ്പം ചോദിക്കുന്നതും പറയുന്നതും ആവശ്യപ്പെടുന്നതും മുഴുവനും ദുനിയാവ്. ഒരു സംതൃപ്തിയോടെ മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടി ഒരു വാക്ക് പറയാൻ. പിന്നെ പറയുന്നതൊക്കെ ഇങ്ങനെയെന്ന് അറിയുങ്ങൾ, പറയുന്നതെല്ലാം വായ കൊണ്ട് കേൾക്കുന്നവനെ തൃപ്തിപ്പെടുത്തുന്ന വാക്കുകൾ പറയുകയും ഉള്ളിൽ വെറുപ്പ് വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ റഹ്മാനായ റബ്ബിനോട് നമ്മൾ എത്ര നന്ദികേട് കാണിച്ചവനായാലും, നോക്കണം നിങ്ങൾ, 2 വിധം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, റഹ്മാനായ റബ്ബിനോട് നമ്മൾ എത്ര നന്ദികേട് കാണിച്ച മനുഷ്യനാണെങ്കിലും ശരി, ആ റഹ്മാനായ റബ്ബിനോട് നമ്മളൊരു കാര്യം ചോദിച്ചാൽ ആ റബ്ബ്
അത് തൃപ്തിപ്പെടുകയല്ലാതെ, അല്ലാഹു തആല അത് സ്വീകരിക്കുകയല്ലാതെ, റബ്ബത് അംഗീകരിക്കുകയല്ലാതെ, സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ പറയുന്ന വാക്ക് റഹ്മാനായ റബ്ബ് കേട്ട് അതിന് ഉത്തരം നൽകുന്ന റബ്ബ്. അതാണ് റബ്ബിനെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആരാണ് റബ്ബെന്ന്. നമ്മൾ എത്ര നന്ദികേട് കാണിച്ച ഒരു വ്യക്തിയാണെങ്കിലും റബ്ബിനോട് എത്ര നന്ദികേട് കാണിച്ച, യാ ഇബാദിയല്ലദീന അസ്റഫു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ, ഒക്കെ പടച്ചോൻ പുറത്ത് തരും. ആരെ വിളിച്ചത്? എൻ്റെ അടിമകളെ. ആരാണ്? തെറ്റുകളും കുറ്റങ്ങളും ധാരാളമായി കണക്കില്ലാത്ത നന്ദികേട് കാണിച്ച എൻ്റെ അടിമകളെ എന്നുള്ള വിളിച്ച് പറയാ, നിരാശപ്പെടേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട. കണ്ട, വ ഇൻ തഷ്കുറു യർളഹു ലക്കും, അള്ളാഹു തൃപ്തിപ്പെടും നിങ്ങൾക്ക്. അള്ളാഹു തൃപ്തിപ്പെടും. നിങ്ങൾ നന്ദി കാണിച്ച്, നിങ്ങൾ തിരിച്ചു വന്ന് തെറ്റുകൾ എടുത്തു പറഞ്ഞ്, അത് ഏറ്റു പറഞ്ഞ്, അത് മനസ്സിലാക്കിയിട്ട് റബ്ബിനടുക്കലേക്ക് വന്ന റബ്ബ് ഒരിക്കലും നിങ്ങളെ തട്ടൂല. ദുനിയാവിൽ ആലോചിച്ച് നോക്കി നിങ്ങൾ, മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? എത്ര പോയാലും അംഗീകരിക്കാത്ത, തട്ടിമാറ്റുന്ന, അംഗീകരിക്കാത്ത എത്ര ആളുകളുണ്ട് ബന്ധങ്ങളിൽ പോലും. അപ്പം നമ്മുടെ നാവും നമ്മുടെ വായയും, അത് അഫ്വാഹും അൽസിനത്തും എങ്ങനെ ക്രമപ്പെടുത്തണമെന്ന് പഠിപ്പിക്കുന്നിടത്ത് ഇനി നമ്മൾ പഠിക്കേണ്ടത് സൂറത്ത് തൗബയിലെ ആയത്താണ്, 8-ാമത്തെ ആയത്ത്. സൂറത്ത് തൗബ മറിക്കുക, 9-ാമത്തെ അധ്യായം. എട്ടാമത്തെ ആയത്ത് ഓതിക്കോളി. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم
ഞാനിതുവരെ പറഞ്ഞ ആശയങ്ങൾ മുഴുവനായിട്ടും ഈ ആയത്തിൽ കാണാം. ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ ആയത്തെ ആരംഭിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു സമൂഹത്തിൽ ഈ പല രൂപത്തിൽ ജീവിച്ചു പോയ മനുഷ്യന്മാരുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നബിയോട് പല രൂപത്തിൽ പെരുമാറിയ ആളുകളുണ്ടായിരുന്നു. അതിലൊരു വിഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഇടയ്ക്കിടയ്ക്ക് ചില കരാറുകൾ ചെയ്യുകയും ഉടമ്പടികൾ ചെയ്യുകയും എന്നിട്ട് ആ കരാറുകൾ അവർ മനഃപൂർവ്വം അവർ ലംഘിക്കുകയും ചെയ്തിരുന്നു. അതൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബീൻ്റെ കൂടെയുള്ള അനുയായികളും സഹാബികളും അവർക്ക് അവിടെ ജീവിക്കണമെങ്കിൽ, ആ നാട്ടിൽ അവർ ജീവിക്കണമെങ്കിൽ, അപ്പോൾ അവരുടെ അഭിപ്രായപ്രകാരം ഇവരൊരു പുതിയ ആശയം, ഒരു മതം ആ നാട്ടിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാനും ഈ നാട്ടിലെ ആളുകൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാനും ഒക്കെയാണ് നിങ്ങളിത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ ഞങ്ങൾക്കിടയിൽ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ചില ഡിമാൻഡുകൾ നിങ്ങൾ അംഗീകരിക്കണമെന്ന് അവർ പറയും. എന്നിട്ട് ആ ഡിമാൻഡുകൾ എഴുതും. ആ ഡിമാൻഡുകളിലുള്ള കരാറുകൾ അവരെന്ത് ചെയ്യും? അവർ ഇടക്കിടക്ക് ആ കരാറ്, അവർ പറഞ്ഞ കരാറുകൾ തന്നെ അവർ ലംഘിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച്, അവരുടെ നിലപാടിനെക്കുറിച്ച് പറയുകയാണ്. കാരണം ഒരിക്കലും വിശ്വാസികൾ ആരെപ്പോലെ ആവാൻ പാടില്ല, ഇവരെ പോലെ ആവാൻ പാടില്ല. അവർ ഇപ്പം ഒന്ന് പറയും, അവരെ തൊള്ള കൊണ്ട് ഒന്ന് പറയും, കുറച്ച് കഴിഞ്ഞാൽ അവർ മാറ്റി പറയും. ഇടയ്ക്ക് വന്നിട്ട് ഭയങ്കരമായ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന, ഇവരെ തൃപ്തിപ്പെടുത്തുന്ന, ഇവർക്ക് ഭയങ്കരമായിട്ട് അനുകൂലമായ വാക്ക് പറയും. നേരെ അപ്പുറത്ത് പോയിട്ട് അതേ തൊള്ളമുണ്ട്, അതേ നാവുണ്ട്, ഇവർക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളും പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നബിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ആയത്തിറങ്ങാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ, ശ്രദ്ധിക്കണേ, നമുക്കെങ്ങനെ ഇത് ബാധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളൊരിക്കലും അവരെ പോലെ ആവാൻ പാടില്ല. ശരിക്കും ഈ പറയുന്ന കാര്യം ഇന്ന് നമ്മളെ ഒരു സമൂഹത്തിലുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അന്ന് നബിയും സഹാബത്തും ഒരു ഭാഗത്തുണ്ടായിരുന്നു. ഇപ്പുറത്ത് കുറച്ച് മുനാഫിക്കീങ്ങളും പിന്നെ കുറച്ച് ജൂതന്മാർ അങ്ങനെയുള്ള ആൾക്കാരും പിന്നെ കുറച്ച് മുശ്രിക്കീങ്ങളും ഒക്കെ ഉള്ളത് ഇപ്പുറത്തുള്ളത്. ഇന്ന് നമ്മൾ കാണുന്നത് ഖുർആനിൻ്റെ അനുയായികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽ തന്നെയും നമ്മൾ ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾ മുസ്ലിമീങ്ങൾക്കിടയിൽ നമ്മൾ കാണുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയിട്ട് അല്ലാഹു തആല പറഞ്ഞ ഈ കാര്യം ഞാൻ ആയത്തിൻ്റെ അർത്ഥം എന്ന് പറയാം, എന്നിട്ട് ബാക്കി പറയാം. നോക്കി, കൈഫ, എങ്ങനെ നിലനിൽക്കും? എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇവർ ഇടയ്ക്ക് ഇവർ പറയുന്ന, എഴുതുന്ന ഇവരുടെ എഗ്രിമെൻറ്റുകൾ, കരാറുകൾ, ഈ കരാറ് എങ്ങനെ അത് ചോദിക്കുക, എങ്ങനെയാണ് ഈ കരാറ് നിലനിൽക്കുക? വഇ യദ്ഹറു അലൈക്കും, നിങ്ങൾക്കുമേൽ അവർ വിജയം നേടുകയാണെങ്കിൽ, അവർ നിങ്ങൾക്കുമേൽ വിജയം നേടുകയാണെങ്കിൽ, ലാ യർക്കുബു ഫീക്കും, നിങ്ങളിൽ അവർ ഒരിക്കലും പരിഗണിക്കൂല. ഇല്ലൻ വല ദിമ്മ. ഇല്ലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഇല്ലങ്ങളില്ലേ, ഇല്ലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? തറവാട്, ഒരു കൂട്ടുകുടുംബം, അതാണ് ശരിക്കും ഇല്ലം. അതുതന്നെയാണ് ഇവിടെ ഇല്ലം. ഇല്ലൻ എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം എന്നാണ്. കുടുംബ ബന്ധങ്ങൾ അവർ നിങ്ങൾക്കുമേൽ അവർ വിജയിക്കുകയാണെങ്കിൽ അവർ കുടുംബ ബന്ധം അവർ ലായിറക്കുമ്പോൾ അവർ പരിഗണിക്കൂല. വലാ ദിമ്മത്തൻ, ഒരു ഉടമ്പടിയും അവർ പരിഗണിക്കൂല. അത് എന്താ പറയുക, അവർ ജയിക്കുന്നിടത്താണെങ്കിൽ ജയിക്കുന്ന സമയമാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അവർ കുടുംബബന്ധു പരിഗണിക്കൂല, നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയും ഒരു പരിഗണിക്കൂല. ഇതാണ് ഒരവസ്ഥ. കുറച്ചൊക്കെ ഒന്നങ്ങോട്ട് മെച്ചം വച്ചാൽ, കുറച്ചൊന്നങ്ങോട്ട് ജീവിതത്തിൽ ഒരു ഐശ്വര്യമൊക്കെ കിട്ടിയാൽ, കുറച്ചൊന്ന് രക്ഷപ്പെട്ടാൽ
ആ രക്ഷപ്പെട്ടവർക്ക് പിന്നെ ഓലെന്ത് ചെയ്യൂല, പിന്നെ ഓല കുടുംബത്തെയും ബാക്കിയുള്ളവരും ഒന്നും ഒരു നോക്കൂല. പിന്നെ അവിടെ ദിമ്മത്താണെങ്കിൽ ഇവിടെ ആ ഉടമ്പടി ഇവന് ചിലപ്പം കഴിച്ചിലാക്കി കൊടുത്ത ആൾക്കാരുണ്ടാവും, ഇവനെ രക്ഷപ്പെടുത്തി കൊടുത്ത ആൾക്കാരുണ്ടാവും. ഓലൊക്കെ വരാണ്ട് മറക്കും, ഓലൊന്നും ഇവന് ബോധം ഉണ്ടാവില്ല. ഇവനിപ്പം ഭയങ്കര മെച്ചത്തിലാണ്, ഭയങ്കര ഉഷാറായപ്പോൾ പിന്നെ ഓൻ്റെ കുടുംബത്തെ തന്നെ ഓന് ഓർമ്മ ഉണ്ടാവില്ല. ആ കുടുംബത്തിൽ കഷ്ടപ്പെടുന്നവനും കുടുംബത്തിൽ പ്രയാസപ്പെടുന്നവനും ഇവന് പ്രയാസപ്പെട്ട ആൾക്കാർ ഇവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവന് വിജയം നേടിയാൽ, ഇവന് രക്ഷപ്പെട്ടാൽ, ഇവൻ കഴിച്ചിലായാൽ പിന്നെ ബാക്കിയുള്ളവരൊന്നും പരിഗണിക്കൂല, ഒരു കുടുംബമൊന്നും പരിഗണിക്കൂല. എന്നാൽ യുർലൂനക്കും അവർ നിങ്ങളെ തൃപ്തിപ്പെടുത്തും. ബി അഫ്വാഹിം, എന്താ അഫ്വാഹ്? വായി കൊണ്ട് തൃപ്തിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഭയങ്കര സോപ്പുണ്ട വർത്താനൊക്കെ പറയും. നമുക്ക് ശരിയാക്കണം കേട്ടോ, ഇവിടെ ഉണ്ടല്ലേ, ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, നമുക്കൊക്കെ റെഡിയാക്കിക്കണം, നമ്മളെ കല്യാണമൊക്കെ ആയോ, ആയിക്കോട്ടെ, നമുക്ക് നടത്തിക്കാളണം, നമുക്ക് അങ്ങനെ ആക്കിക്കാളണം, നിങ്ങളാക്കിക്കാളണം എന്നൊക്കെ ഭയങ്കര വർത്താനം പറയും. ഒരു ചുക്കും ചെയ്യൂല. യുർലൂനക്കും ബി അഫ്വാഹിം, അവരുടെ വായികൾ കൊണ്ട് അവർ ഭയങ്കരമായ തൃപ്തിപ്പെടുത്തുന്ന വാക്കുകൾ അവർ പറയും. അങ്ങനെ നമ്മളെ നാട്ടുമ്പുറത്തൊക്കെ അങ്ങനെ കുറേ ആൾക്കാരെ കാണാം. ഓന് രക്ഷപ്പെട്ടു, ഓന് ഇവിടെ ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, വളരെ മോശപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഇവന് കൊടുത്തിരുന്നത്, ഇവനെ കുടുംബങ്ങളും കുട്ടങ്ങളൊക്കെ പെട്ട പ്രയാസപ്പെട്ട ആൾക്കാർ വരെ ഇവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് സഹായിച്ചവനാ. ഇന്ന് ഓൻ രക്ഷപ്പെട്ട് വന്നപ്പോൾ പിന്നെ ഓന് നാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പം ഓന് സൗകര്യങ്ങളുണ്ട്, കാറുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനിങ്ങനെ കാണുമ്പം ഭയങ്കര ലോക്യം പറയും, ഭയങ്കര വർത്താനം പറയും. യുർലൂനക്കും ബി അഫ്വാഹിം, വായികൾ കൊണ്ട് സംസാരിച്ചിട്ടാണ് തൃപ്തിപ്പെടുത്തും. തൊള്ളയിലാണ്ട് പറഞ്ഞിട്ടാണ്ട് വീഴ്ത്തുവൻ. ഇങ്ങനെ കാണാണ്ട് പറഞ്ഞാൽ പിന്നെ ഓനേക്കാൾ വലിയ കാരണം ഭയങ്കര തൊള്ളയിക്കാരം. നമ്മളങ്ങനെ സാധാരണ പറയില്ല, തൊള്ള ഭയങ്കര. പക്ഷേ കൽബെന്താ പറയുക, കുലൂബുഹും, അവരെ ഹൃദയങ്ങളിൽ വിസമ്മതമാണ്. അബായ പറഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും ഓന് ചെയ്യണം വെച്ചിട്ട് പറഞ്ഞതല്ല. തഅ്ബാ കുലൂബ് എന്നാണ് അവരെ കൽബുകളിൽ. അബായ പറഞ്ഞാൽ വിസമ്മതിക്കുന്ന ഹൃദയം. ഖുർആനിൽ കേട്ടില്ലേ, പിന്നെ ഫസജദൽ മലായിക്കത്തു ഇല്ല ഇബ്ലീസ അബാ വസ്തക്ബർ. എന്താ പറ? വിസമ്മതിക്കുക. കാരണം വെറുപ്പോട് കൂടിയിട്ട് ഈ പറഞ്ഞതൊക്കെ കൊടുക്കണ വിചാരിച്ചല്ല, ഉള്ളിൽ വെറുപ്പാണുള്ളത്. വെറുക്കുന്ന ഹൃദയത്തോടെ, വിസമ്മതിക്കുന്ന ഹൃദയത്തോടെയാണ് ആ പറഞ്ഞതൊക്കെ. വതഅ്ബാ ഖുലൂബുഹും വഅക്സറുഹും ഫാസിഖൂൻ. അങ്ങനെയുള്ള ആൾക്കാർ ഭൂരിപക്ഷവും ഫാസിഖ്യങ്ങളാണ്, ദുർമാർഗികളാണ്, വൃത്തികെട്ടവന്മാരാണ്. അതാണ് ഫാസിഖ് എന്ന് പറഞ്ഞാൽ. ദുർമാർഗികളാണ് അക്സറുഹും ഫാസിഖൂൻ. എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു തആല കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വെറുതെ നമ്മുടെ വായികൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിലില്ലാത്ത ഒന്നും നമ്മൾ പറയണ്ട. വെറുതെ നമ്മൾ ഒരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വാക്കുകൾ പറഞ്ഞ്, മനസ്സിലില്ലാത്തത് പറഞ്ഞ്, ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ വോട്ട് കിട്ടണം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ആ വോട്ട് അത് പറയുന്ന സ്ഥാനാർത്ഥിൻ്റെ കൂടെ പോയവരൊക്കെ നാളെ പരലോകത്ത് വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. എന്തപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനമാണ്. പക്ഷേ നമ്മൾ കാണുന്നതൊന്നല്ല. എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയ അവസ്ഥ അതല്ല പറഞ്ഞത് ഞാൻ. രാഷ്ട്രീയത്തിലൊക്കെ എല്ലാവരും വേണം. എന്നിട്ട് രാഷ്ട്രീയത്തെ ഇതിൽ മാറിക്കല്ല വേണ്ടത്, അത് നന്മയിലേക്ക് കൊണ്ടുവരാൻ എന്താ ചെയ്യാൻ പറ്റുക നോക്കണം. എന്തപ്പം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളെ നാട്ടിൽ നടന്ന പേക്കൂത്തുകൾ എന്താ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു പോയി. ഒരു ഉമ്മാൻ്റെ 3 മക്കൾ ക്യാൻസർ രോഗികളാണ്. ഉമ്മാൻ്റെ 3 മക്കൾ ക്യാൻസർ രോഗികളാണ്. 1,30,00,000 റുപ്യ ഈ മക്കളെ ചികിത്സക്ക് വേണം. എന്നിട്ട് അതിൻ്റെ പരസ്യം പറയുന്നൊരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ട്. ആ ഉമ്മ കരയാണ്. ഒരു കുട്ടി കിടക്കുകയാണ്, ഒരു പെൺകുട്ടി. 2 കുട്ടികൾ ആ ഉമ്മാൻ്റെ അടുത്തിൽ. 3 മക്കൾക്കും ക്യാൻസറാണ്. ആ കുട്ടികൾ എത്ര വേദന സഹിക്കുന്നുണ്ട്. അങ്ങനെ പൊട്ടിക്കരയുന്ന കുടുംബങ്ങൾക്ക് മുന്നിലൂടെയാണ് പടക്കം പൊട്ടിച്ച് ഘോഷയാത്ര പോണത്. നഊദു ബില്ലാഹ്, പടച്ചം വിടൂല. ആർത്തനാദങ്ങളും പൊട്ടിക്കരച്ചിലും കണ്ണുനീരുകളുള്ള വീടുകളുണ്ട്. ആ വീടുകൾക്ക് മുന്നിലൂടെയാണ് നമ്മൾ ആലോചിക്കണം ഈ ജാഥയും ഈ പേക്കൂത്തും ഈ പടക്കം പൊട്ടിച്ച് പോണത്. കണ്ണുനീരാണ് പല കുടുംബങ്ങളിലും, വേദനയാണ്. കസാരമേൽ ഇരുത്തിയിട്ടും താങ്ങിയിട്ടും തോളിലേറ്റിയിട്ടും ഒക്കെ കൊണ്ടുവന്ന് വോട്ട് ചെയ്തിട്ട് പെരി കൊണ്ടാക്കി കൊടുത്ത കുറേ രോഗികളുണ്ട്. ഇവരാർക്കും ഇവരെ ഈ ആഘോഷങ്ങൾ കാണുന്ന തിരക്കല്ല. ഇവരെ ചണ്ടയും ഈ ലൈറ്റും ഈ ഇതും കേൾക്കുന്ന സമയമല്ല.
വേദന കൊണ്ട് പൊളയാണ്. നാളെ എങ്ങനെ ആശുപത്രി കൊണ്ടുപോകും, ഡയാലിസിസ് ചെയ്യാൻ പൈസ ഇല്ലാഞ്ഞിട്ട് പ്രയാസപ്പെടുക. അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് മുന്നിലാണ് ഈ പേക്കൂത്തുകൾ നടക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. അള്ളാഹു വിടൂല. അപ്പോൾ രാഷ്ട്രീയത്തിന് പോയിട്ട് കൂടെ പോവുകയാണ് നമ്മൾ. രാഷ്ട്രീയക്കാരെ പിന്നാലെ പോയിട്ട് അത് ചെയ്യാം, ഇത് ചെയ്യാം, അത് ചെയ്യാം. കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് നമ്മൾ പോയിക്കണ്, എന്നിട്ട് ആ പറഞ്ഞതൊന്നും അവിടെ ചെയ്തിട്ടില്ല. ഇതൊക്കെ വാക്കാണ്, ഈ പറഞ്ഞതെല്ലാം വാക്കാണ്. ഇത് ഷഹാദത്ത്, സാക്ഷ്യമാണ്. നാളെ മറുപടി പറയേണ്ടി വരും പരലോകത്ത്. അത് രാഷ്ട്രീയമല്ലെന്ന് പറയണ്ട. ഇറുദൂനക്കും ബിഅഫ്വാഹിം, ഭയങ്കര വോട്ടുകൾ കിട്ടണം, നമ്മളെ പാർട്ടിക്കാരനല്ല, ഒക്കെ ചെയ്യാം, നമുക്കെല്ലാം ചെയ്യാം. ഉള്ളിൽ വെറുപ്പാവൻ്റെ ഉള്ളിൽ ഒരു ചുക്കും ചെയ്യൂലെന്ന് അവൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. പക്ഷെ വാക്കുകൊണ്ട് പറയാണ് ഇത് തൽക്കാലം കിട്ടാനുള്ളത് പോരണം. അതിന് വേണ്ടിയിട്ട് അക്സറുഹും ഫാസിഖൂൻ, ഭൂരിപക്ഷവും ദുർമാർഗികളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും സാക്ഷികളാകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാക്കുകളെയും പ്രവൃത്തികളെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും ക്രമപ്പെടുത്താൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. റബ്ബിനെയാണ് എനിക്കിഷ്ടം എന്ന വിഷയത്തിൽ ഇൻഷാ അള്ളാഹ് ശനിയാഴ്ച വൈകിട്ട്, അടുത്ത ശനിയാഴ്ച 6:30 TV ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ്റെ പ്രഭാഷണമുണ്ട്. എല്ലാവരും കുടുംബസമേതം ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും സാക്ഷികളാകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ അടുത്ത ക്ലാസ് ഞായറാഴ്ചയായിരിക്കും. ഇതേ സമയം തന്നെ അടുത്ത ക്ലാസ് ഇൻഷാ അള്ളാഹ് ഞായറാഴ്ചയായിരിക്കും. ഞായറാഴ്ച ഇതേ സമയം തന്നെ, ദിവസത്തിൽ മാറ്റണ്ട്. ശനിയാഴ്ച അല്ല, ഞായറാഴ്ച ആയിരിക്കും അടുത്ത ആഴ്ച. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സൈനുദ്ദീൻ സാഹിബിൻ്റെ സുഹൃത്ത് ഒരു സഹോദരൻ്റെ ഭാര്യയ്ക്കാണോ വെൻറ്റിലേറ്ററിലാണ് അല്ലേ? സുഹൃത്ത് അദ്ദേഹം സൗദിയിൽ വെൻറ്റിലേറ്ററിലാണുള്ളത്. ദുആ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ട്രോക്ക് വന്നിട്ട് ആണെന്ന് തോന്നുന്നുണ്ട്. അള്ളാഹു തആല ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ, രോഗശമനം പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.